ഗസൽ പരിപാടിൻ്റെ ഇനീഷ്യലായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. കുറച്ച് ഒഫീഷ്യൽ ചടങ്ങുകളുണ്ട്, അതിലേക്ക് ആദ്യമായിട്ട് കിടക്കാം. നമ്മുടെ മുംബൈ മ്യൂസിക് അക്കാഡമിൻ്റെ ട്രസ്റ്റീസും ചെയർമാൻമാരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് മീ ഇൻവൈറ്റ് ചെയർമാൻ ശ്രീ മുനീർ സാഹിബ് ഓൺ ടു ദ സ്റ്റേജ്, പ്ലീസ്. Our President, Mr. Shamsuddin, Stanley, Prakash Potaya, son of Palakandi, Mujib, Mustafa, Murli, C.A. Murli. Now I request our Secretary K. Salam to escort Kattayad Venugopal sir, whom we are honoring today, onto the stage. ഇന്ന് ഉമ്പായിക്കയുടെ ചരമ ദിനമാണ്. എല്ലാ ഓഗസ്റ്റ് 1-ാം തീയതി ഇവിടെ സന്നിഹിതരായ നമ്മുടെ യുമാക് ട്രസ്റ്റിൻ്റെ ചെയർമാൻ MK മുനീർ സാഹിബ്, അതുപോലെ തന്നെ യുമാക്കിൻ്റെ പ്രസിഡന്റ് ഷംസുദ്ദീൻ തുടങ്ങി നമ്മുടെ ട്രസ്റ്റ് ഭാരവാഹികളെല്ലാവരും ഇന്നിവിടെയുണ്ട്. ഇതിൽ 3 വ്യക്തികളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവർ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പെട്ടെന്ന് ഒരു വിസിറ്റിംഗ് കാലിക്കറ്റിലേക്ക് വന്നതുകൊണ്ട് ഇവർ 3 പേരും അതിനോട് ബന്ധപ്പെട്ട ആളുകളാണ്. 2 MLA-മാരും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറും ഷൗക്കത്ത് അലിയാണ്. അപ്പോൾ അവരെന്തായാലും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ ആ സമയത്ത് നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ച് അവരെ 2 വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇപ്പോൾ സമയം നമ്മൾ കറക്റ്റ് സമയത്താണ് ഇതുവരെ തുടങ്ങിയത്. കുറച്ചൊരു 5 മിനിറ്റ് വൈകിപ്പോയി. അതുകൊണ്ടാണ് ഇത് ഫംഗ്ഷൻ. പിന്നെ മഴയാണ്. മഴ ആയതുകൊണ്ട് കുറേ ആളുകൾ ട്രാഫിക് ബ്ലോക്കായിട്ടൊക്കെ നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ വിളിച്ച് ട്രാഫിക് ഭയങ്കര ജാമാന്ന് പറയുന്നു. കുറേ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് എല്ലാവരും വരും എന്ന് പ്രതീക്ഷിക്കാം. ഉമ്പായിക്കയുടെ പേരിലുള്ള ഈ ട്രസ്റ്റ് 12 അംഗ ട്രസ്റ്റാണ്. എല്ലാവർക്കും അറിയാം. ഉമ്പായിക്കയുടെ പേരിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു അക്കാഡമി, ഹിന്ദുസ്ഥാനി അക്കാഡമി വരാൻ പോവുകയാണ്. മറ്റുള്ള പ്രഖ്യാപനം പോലെയല്ല നമ്മൾ ഇപ്പോൾ ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാഡമീനെ പറ്റിയൊന്ന് പറയുന്നത്. കാരണം സാധാരണ അങ്ങനെ പറയും, പക്ഷേ അത് പ്രാവർത്തികമാകാറില്ല. ഇത് തുടങ്ങിയത് തന്നെ നമുക്ക് നല്ല നിമിത്തം എന്ന് പറയുന്നത് മലബാർ അഹമ്മദ്ഖാൻ്റെ ഒരു കൈനീട്ടമാണ്. അദ്ദേഹം ഒരു ഫ്രീ ആയിട്ട് ഒരു സ്ഥലം നമുക്ക് തന്നു. അത് നമ്മളെ ചെയർമാനും അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റ് മെമ്പറായ ഷാജി, എല്ലാവർക്കും അറിയില്ല, ഷാജി തുടങ്ങിയ ആളുകളുടെ പ്രയത്നം കൊണ്ടാണ് നമുക്ക് ആ സ്ഥലം അനുവദിച്ച് കിട്ടിയതും. 20 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് തന്നു. അതുമാത്രമല്ല, അന്നത്തെ ഗവൺമെൻറ് ഒരു 2.5 കോടി അതിലേക്കായി നമുക്ക് പിന്നെ തരാമെന്ന് ബഡ്ജറ്റിൽ പാസ്സാക്കുകയും, അതും നമ്മുടെ ചെയർമാൻ്റെ ബഡ്ജറ്റിൻ്റെ അന്നാണ് പോയിട്ട് ആ ഒരു പൈസ നമുക്ക് വേണ്ടി പാസ്സാക്കുന്നത്. അതിൽ നിന്ന് 50 ലക്ഷം റുപ്യ നമുക്ക് കിട്ടി. നമ്മൾ ഏറ്റവും കേരളത്തിലെ ഈയിടെ 2-3 ദിവസം മുമ്പേ നമുക്ക് അന്തരിച്ചു പോയ രമേശൻ പാലേരിയുടെ നിര്യാണത്തിൽ പാലേരിയുടെ നേതൃത്വത്തിലുള്ള ഒരു നിര്യാണം അടഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ULCC ആണ് അതിൻ്റെ വർക്ക് ഏറ്റെടുത്ത. സാധാരണഗതിയിൽ അങ്ങനെ ഒരു
ചെയ്യാറില്ല. കാരണം അവരൊക്കെ വലിയ വലിയ വർക്കുകളൊക്കെ, ഇപ്പം നമ്മളെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 15 കോടിൻ്റെ പ്രൊജക്റ്റാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ അവരൊക്കെയാണ് നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തത്. അതിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം പില്ലറൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി പൈസ ഈ സർക്കാർ വന്ന ശേഷം, UDF സർക്കാർ വന്ന ശേഷം അതും നമ്മളെ ചെയർമാനും ഒക്കെ പോയി ഇടപെട്ട് 1 കോടി നമുക്ക് പാസ്സാക്കി തന്നു. ഇനി അതിൻ്റെ പുരോഗതിയിലേക്ക് നമുക്ക് പോകണം. അതാണ് നമ്മളെ മുംബൈ അക്കാഡമിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ട് ഞാൻ പറയില്ല, മുംബൈക്കയെ പറ്റിയും ഞാൻ പറയുന്നില്ല, അതൊക്കെ കുറേ പറയാനും ഇവിടെ ആളുണ്ട്. എനിക്ക് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മുംബൈക്കയുടെ അത്രയും ബന്ധമുള്ള ഒരാളാണ് ഞാനും, മുംബൈക്കയും അവരുടെ കുടുംബവും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, സമയം കൂടുതലില്ല, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് സ്വാഗതം പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു 3 ആളുകളുണ്ട്, നേരത്തെ അവരെ സ്വാഗതം പറയാം, അല്ലെങ്കിൽ അവർ വരുമ്പോഴേ സ്വാഗതം പറയാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മളെ ചെയർമാനെ തന്നെ ഞാൻ സ്വാഗതം പറയാം, നമ്മളെ മുംബൈ മ്യൂസിക് അക്കാഡമിൻ്റെ പേരിൽ സ്വാഗതം പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ട്രസ്റ്റി മെമ്പേഴ്സാണ് എല്ലാവർക്കും കൂടെ ഒന്നായിട്ടൊരു സ്വാഗതം, അതല്ല നല്ലത്. എല്ലാവരും ഒന്ന് കൈയടിച്ചാൽ എല്ലാവർക്കും വേണ്ടി കൈയടിക്കുമ്പോൾ ഒരു സോങ് ഉണ്ടാവും. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന ഗസലുകളോടുള്ള സ്നേഹം, പാട്ടിനോടുള്ള സ്നേഹം ഉള്ള ആളുകളാണ് ഇവിടെ വന്നതെന്ന് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മഴ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നമുക്ക് ഇവിടെയുള്ള ആളുകളെ തികയും, കുറച്ച് കഴിയുമ്പോഴേക്ക് ഇത് ഫുള്ളാവും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും മുംബൈ മ്യൂസിക് അക്കാഡമിയുടെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ഇന്നത്തെ മുഖ്യ ഒരാളെന്ന് പറയുന്നത് കോഴിക്കോട്ടെ ഒരുപാട് അറിയപ്പെടുന്ന, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മളെ പ്രസിഡന്റ് ഇവിടെ വായിക്കുന്നതാണ്. കട്ടയാട്ട് വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമായിരുന്നു കോഴിക്കോട്. ഒരുപാട് കലാ സാംസ്കാരിക സംഘടനകളിലും തുടങ്ങി എല്ലാറ്റിനും പുള്ളി ഒരു മ്യൂസിക് ട്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളെ നമ്മൾ ഒന്ന് ആദരിക്കാൻ വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ അദ്ദേഹത്തെയും ഞാൻ മുംബൈ മ്യൂസിക് അക്കാഡമിയുടെ പേരിൽ മനസ്സറിഞ്ഞ് സ്വാഗതം പറയുന്നു. ഇനി മുഖ്യമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ULCC ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി നമ്മൾ അത്രയും അടുപ്പമുള്ള നമ്മളെ ഒരു കുടുംബം തന്നെയാണ്. നമ്മൾ ഈ അക്കാഡമി സംബന്ധമായിട്ടും എനിക്ക് നേരിട്ട് രമേഷ് പാലേരിയായിട്ട് അത്രയും ബന്ധമുള്ള ഒരാളാണ്. നമ്മളൊക്കെ പിന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള മീറ്റിംഗ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് മന്ത്രിമാരായിട്ടുള്ള മീറ്റിങ്ങിലൊക്കെ ULCC രമേഷ് പാലേരിയാണ് നമ്മളെ സഹായിക്കാറ്. അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് നമ്മളെ മന്ത്രിമാർ പോകുന്ന അതേമാതിരിയുള്ള അത്രയും അങ്ങനെയാണത്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എല്ലാം, ഇതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. അത്രയും വിനയവും ബഹുമാനം, എല്ലാവരോടും ബഹുമാനിക്കപ്പെടുന്ന ഒരാളും എല്ലാം കൊണ്ടും ഇങ്ങനൊരു മനുഷ്യൻ. അത് മാത്രമല്ല, നമ്മളെ മുംബൈ മ്യൂസിക് അക്കാഡമിയുടെ പിന്നെ പാട്രനും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം വളരെ ഷോക്കാണ്. നഷ്ടം എന്നൊക്കെ നമ്മൾ പറയാനല്ലോ, ഇത് നഷ്ടം തന്നെയാണ്. രമേഷ് പാലേരിയുടെ മരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര നഷ്ടമാണ്. കാരണം മുംബൈ മ്യൂസിക് അക്കാഡമിക്ക് അദ്ദേഹത്തിൻ്റെ ഒറ്റ വാക്കുകൊണ്ടാണ് നമ്മൾ ആ വർക്ക് അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഒരു വാക്ക് തന്നെ, ഞാൻ തന്നെ ചെയ്തോളാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അങ്ങനെ വലിയൊരു പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയൊന്നും ഇങ്ങനെയുള്ള ചെറിയൊരു വർക്കൊന്നും ഏറ്റെടുക്കില്ല. പക്ഷെ അത് നമ്മളോടുള്ള ഒരു സ്നേഹവും ഒക്കെ തന്നെയാണ് അത് വർക്ക് ഏറ്റെടുക്കാൻ കാരണം. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു മിനിറ്റ് നമുക്ക് ഒന്ന് എണീറ്റ് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൂട്ടായ്മ മുംബൈ മ്യൂസിക് അക്കാദമി
അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 50 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മളതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുതിയ ബഡ്ജറ്റിൽ നമുക്ക് 1 കോടി രൂപ കൂടെ അക്കാദമിക്ക് ലഭിച്ചിരിക്കുന്നു. അത് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത് ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് 1 കോടി അനുവദിക്കുന്നു എന്നാണ്. നമ്മൾ ആവശ്യപ്പെട്ടത് ഗവൺമെൻറ്റിൽ നിന്നും 5 കോടി രൂപയാണ്. അത് വരുന്ന വർഷം അതിൻ്റെ ബാക്കി സംഖ്യ നമുക്ക് ലഭിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മളുള്ളത്. 15 കോടിയുടെ പദ്ധതി നമ്മൾ വരുന്ന 1-2 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭമായ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു മ്യൂസിക് അക്കാദമി മുംബൈയുടെ പേരിൽ ഈ കേരളത്തിലുണ്ടാകും. അത് കോഴിക്കോടായിരിക്കും എന്നുള്ളതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. ഇന്ന് അക്കാദമിയുടെ പേരിൽ കട്ടയാട്ട് വേണുഗോപാൽ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കോഴിക്കോടിൻ്റെ പ്രിയങ്കരനെ നമ്മൾ ആദരിക്കുകയാണ്. ആദരിക്കൽ ചടങ്ങാണ് ഇനി നടക്കാനുള്ളത്. മുംബൈയുടെ കുടുംബം ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും മകളും ഒക്കെയുണ്ട്. മകൾ ഇന്നിവിടെ പാടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മുംബൈയുടെ ലെഗസി അവരുടെ കുടുംബം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അവരെ അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നന്ദി. അടുത്തത് നമ്മളെ പ്രസിഡന്റ് സംശുദ്ദീൻ കട്ടയാട്ട് വേണുഗോപാലിനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോടിൻ്റെ സാംസ്കാരിക മുഖമാണ് ശ്രീ കട്ടയാട്ട് വേണുഗോപാൽ. നഗരത്തിലെ ചിരപുരാതനമായ സംഗീത സംഘടനകളായ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബിൻ്റെയും സംഗീതമില്ലിൻ്റെയും പ്രസിഡൻ്റായിരുന്ന ശ്രീ കട്ടയാട്ട് നല്ലൊരു ഗായകൻ കൂടെയാണ്. കേരള സർക്കാരിൻ്റെ കോഴിക്കോട്ടെ ഓണ വാരാഘോഷത്തിൻ്റെ നെടുനായകത്വം ധാരാളം വർഷം ശ്രീ കട്ടയാട്ടിനായിരുന്നു. ഗണപത് ഹൈസ്കൂൾ, സാമൂതിരി കോളേജ്, ഫാറൂഖ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഉസ്മാനിയ സർവകലാശാലയിൽ നിന്നും ഫിസിക്കൽ എഡ്യൂക്കേഷണൽ ഡിപ്ലോമ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. 1962 കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള നാഷണൽ ഫിറ്റ്നസ് കോറിൻ്റെ കോഴിക്കോട് ജില്ലാ ഓഫീസറായി ശ്രീ കട്ടയാട്ട് വേണുഗോപാൽ നിയമിതനായി. അതിനുശേഷം പാട്യാലയിൽ നിന്നും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ നിന്നും അത്ലറ്റിക്സ് കോച്ചിങ്ങിൽ സർട്ടിഫിക്കറ്റ് നേടി. പിന്നീട് മദ്രാസ് YMCA ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഭാഗിന് ശേഷം വിരമിച്ചു. അതിനുശേഷം അദ്ദേഹം കോഴിക്കോട് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഈ ബഹുമുഖ പ്രതിമയെ വളരെ ആഹ്ലാദപൂർവ്വം മുംബൈ മ്യൂസിക് അക്കാദമി ഇതിനാൽ ആദരിക്കുന്നു. നന്ദി. അടുത്തതായി കട്ടയാട്ട് വേണുഗോപാലിനെ ആദരിക്കുന്ന ചടങ്ങാണ്. I request our chairman, Dr. M.K. Munir, to please hand over the memento of UMAC. Please welcome our MLA. Now I request our trustee Mustafa to please adorn a shawl on Mr. Kattayat Venugopal as a mark of our respect.
Now let's ask Kattayat Venugopal to say a few words. സുഹൃത്തുക്കളെ, ഞാൻ ഇത്ര വലിയൊരു ആദരവ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും ആദരവെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന സാധനമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ആദരവിന് ഞാൻ ഒത്തിരി മുമ്പായി എൻ്റെ ചെയർമാനായിട്ടുള്ള മുനീർ സാഹിബിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും എല്ലാ ഭാവുകളും നേരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മുംബൈ എൻ്റെ ഫൗണ്ടേഷൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും ചെയ്യും. അപ്പം അതുകൊണ്ട് അതിൽ എന്താ ഞാൻ തിരുത്തേണ്ടത് വെച്ചാൽ ഞാൻ ചെയ്യാം. അത് അത്ര മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. Our MLA, Advocate Jayant, has already come here. Please give him a huge round of applause. And now we will request him to please formally inaugurate this program. ഏറെ പ്രിയങ്കരനായ നമ്മുടെയൊക്കെ ഈ നഗരത്തിൻ്റെ ചൈതന്യമുള്ള മുഖമായ മുംബൈ മ്യൂസിക്കൽ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള മുനീർ സാഹിബ്, ഇന്ന് ഈ സദസ്സ് ആദരിച്ച കട്ടയാട്ട് വേണുഗോപാലേട്ടൻ ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് വേദിയിൽ സദസ്സിൽ നിൽക്കുന്നത്. ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു അല്പനേരം വരാൻ വൈകിയതിൽ. പ്രകൃതി ക്ഷോഭം മൂലം ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നമുള്ളത് കൊണ്ട് ഒരിടത്ത് നിന്ന് പോയി തൊട്ടപ്പുറത്ത് പോവാതെ വരാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് പിന്നെ കുറച്ച് നേരം ബ്ലോക്കിലും പെട്ടുപോയി. ഏതായാലും ഇവിടെ ഏറ്റവും സംഗീത സാന്ദ്രമായൊരു സായാഹ്നത്തിനായി കാത്തു നിൽക്കുന്ന ആളുകൾക്കിടയിൽ പ്രസംഗങ്ങൾക്കും വാക്കുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല എന്നുള്ള ബോധ്യമുണ്ട്. മഹാനായ കലാകാരനായിരുന്ന മുംബൈ നമ്മളോട് വിട പറഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2018 ഈ ദിവസം നമ്മളോട് വിട പറഞ്ഞത്. പക്ഷേ ഒരു കലാകാരൻ എന്ന നിലയിൽ തൻ്റെ ജീവിതം എല്ലാ അർത്ഥത്തിലും അടയാളപ്പെടുത്തിയിട്ടാണ് മുംബൈ ഈ മണ്ണിനോട് വിട പറഞ്ഞത്. മുംബൈ എന്ന മഹാനായ കലാകാരനെ ഏറ്റവും കണക്ട് ചെയ്യാൻ സാധിക്കുന്ന നഗരം കോഴിക്കോടായിരിക്കും. മുംബൈ എന്ന PI ഇബ്രാഹിമിൻ്റെ ജീവിതം നമ്മളൊക്കെ കണ്ടു പഴകിയ എത്രയോ മനുഷ്യരുടെ ജീവിതവുമായി സാമ്യമുണ്ട്. കാരണം കോഴിക്കോട്ടുള്ള പ്രത്യേകിച്ച് കല്ലായിയും ഈ കടപ്പുറമൊക്കെയുള്ള തീരദേശ മേഖലയിൽ ജീവിച്ച ഏതൊരാൾക്കും മുംബൈ എന്ന കലാകാരനോട് ചേർന്ന് പോകുന്ന നിരവധി ആളുകളെ കാണാൻ കഴിയും. ഒരു വളരെ ചെറിയ ജീവിതത്തിൽ വളരെ താഴ്ന്ന തല തൊഴിലാളിയായി അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ താഴെ തട്ടിലുള്ള പ്രവർത്തികൾക്കിടയിലും തൻ്റെ സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആസ്വാദക ലോകത്തിന് അവിസ്മരണീയമായ നിരവധി പാട്ടുകൾ സമ്മാനിച്ചാണ് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കോഴിക്കോടിൻ്റെ ഗസലിനോടുള്ള പ്രണയം അത് ഏതോ കാലത്ത് തുടങ്ങിയതാണ്. നമ്മളെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബീച്ചിന് ഒക്കെ മുകളിലുള്ള തട്ടുംപുറങ്ങളിൽ 12 മണിക്ക് തുടങ്ങുന്ന സംഗീത സദസ്സുകളൊക്കെ നേരം വെളുക്കുവോളം പാടി ആഘോഷിച്ച ഇന്നലകളുടെ ഗൃഹാതുരത്വം ഉള്ള ഓർമ്മകൾ പേർന്ന് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പക്ഷെ ഇന്നിൻ്റെ കാലത്തേക്ക് നോക്കുമ്പോൾ അതൊക്കെ വളരെ ക്ഷണികമായി നമ്മൾ മൊബൈലിൽ നിന്ന് കാണുന്ന ഒന്നിലേക്ക് ചുരുങ്ങിപ്പോവുക. പക്ഷേ അന്ന് യഥാർത്ഥത്തിൽ സംഗീതത്തിൻ്റെ ആസ്വാദനം മാത്രമായിരുന്നില്ല. ഇന്ന് ഈ കോഴിക്കോട് നിന്ന് സ്നേഹത്തിൻ്റെ നഗരമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ സംഗീത സദസ്സുകളിൽ നിന്ന് പരസ്പരം നമ്മൾ കൈമാറിയ ആ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ചിന്തകളാണ് ഒരു സമൂഹത്തിലൊന്നാകെ പടർന്നത് എന്ന് നമുക്കറിയാം. ഗസലിൻ്റെ ഒരു പാരമ്പര്യം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചത്. ഞാനിപ്പോഴും ഓർക്കുന്നത് നമ്മുടെ ഗുലാം അലി സാബിന് കോഴിക്കോട് നൽകിയ സനാഫൊക്കെ അന്ന് അതിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന സനാഫ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ കൂടി അല്ലല്ല ഞാൻ ഓർക്കുകയാണ്, നമ്മൾ ഒരു കലാകാരൻ്റെ സംഗീതത്തിന് അതിർത്തികളില്ല എന്നുള്ള കേരളത്തിൻ്റെ വലിയ പ്രഖ്യാപനമായിരുന്നു അന്ന് തിരുവനന്തപുരത്തും കോഴിക്കോടുമൊക്കെ നടന്നത്. അതൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ തന്ത്രികളിലും ആ സംഗീതം ഇങ്ങനെ അലയടിക്കുക. ജഗ്ജീത് സിംഗിൻ്റെ, ഗുലാം അലീൻ്റെ, മെഹദി ഹസൻ്റെ, അങ്ങനെ ആ പരമ്പരയിൽ
നമുക്കും ചേർത്ത് വെക്കുവാൻ അഭിമാനത്തോടു കൂടി ഒരു നാമം അടയാളപ്പെടുത്തിയിട്ടാണ് പ്രിയപ്പെട്ട ഉമ്പായി എന്ന മഹാനായ കലാകാരൻ നമ്മളോട് വിട പറഞ്ഞത്. ഇന്നും പാടുക സൈകാൾ പാടു ഉൾപ്പെടെ ഒരു നമ്മുടെ നാവിൻ്റെ തുമ്പിൽ എത്രയോ സംഗീതങ്ങൾ. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ എൻ്റെ ബ്രദർ ഈ മൂവ്മെൻറ്റുമായി ദീർഘകാലം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പം മുതൽ നമ്മൾ കേട്ട് വളർന്ന അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ ഏറ്റവും എനിക്ക് തോന്നിയത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന വരികളാണ്. വളരെയധികം ഒരു ഇമോഷൻ അതിനകത്തേക്ക് സന്നിവേശിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിനകത്ത് പ്രണയമുണ്ട്, വിരഹമുണ്ട്, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ഉമ്പായിയുടെ ഗസലുകളിൽ കൃത്യമായ മതേതരത്വത്തിൻ്റെ ചിന്തകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ശുദ്ധമായ പ്രണയം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓർമ്മകളിലേക്ക് എന്നും നിധി പോലെ നമ്മളൊക്കെ ഈ ഭൂമുഖത്ത് നിന്നില്ലാതാവും. പക്ഷേ ഉമ്പായി ഈ നാടിന് നൽകിയപ്പോൾ ബാവുക്കെ നമ്മൾ ഓർക്കുന്നത് ഏതോ കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു തീപ്പെട്ടിക്കൂടിന് മുകളിൽ താളം പിടിച്ച് കല്ലായിൽ പാട്ടുപാടിയ കഥകൾ കേട്ടിട്ടുണ്ട് ബാബുക്ക പോലുള്ള മഹാനായ കലാകാരന്മാർ. അപ്പം നമുക്ക് നമ്മുടെ ഒരു വലിയ ഇന്നലകളുണ്ട്. ആ ഇന്നലകളുടെ കണ്ണികളിലേക്ക് ചേർത്ത് വെക്കുവാൻ പറ്റുന്ന ഏറ്റവും തിളക്കമുള്ള കണ്ണികളിലൊന്നാണ് ഉമ്പായിക്ക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വലിയൊരു സംഗീത വിരുന്ന് നമുക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 8 വർഷം ഒരു കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. കരളിന് രോഗം ബാധിച്ചാണ് അദ്ദേഹം ഈ ഭൂമുഖത്തോട് വിട പറഞ്ഞത്. പക്ഷെ കുറേ കൂടി കാലം അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ, കുറേ കൂടി ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ചൂടുള്ള പ്രണയത്തിൻ്റെ കണ്ണീരിൻ്റെയൊക്കെ സംഗീതം കൂടി നമുക്ക് അദ്ദേഹത്തിന് തരുവാൻ സാധിക്കുമായിരുന്നു എന്നുള്ള നഷ്ടബോധം, കേട്ട പാട്ടിനേക്കാൾ മാധുര്യമുള്ളത് കേൾക്കാത്ത പാട്ടാണ് എന്ന് പറയുന്നത് പോലെ ഇനി കേൾക്കുവാനുള്ള ഉമ്പായി സംഗീതങ്ങൾ ഏതെങ്കിലും കാലത്ത് പുനർജനിക്കട്ടെ എന്ന് പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് ഈ 8ാം അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. സുഹൃത്തുക്കളെ, ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മളെ നേരത്തെ ക്ഷണം സ്വീകരിച്ച് നേരത്തെ എത്താൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞല്ലോ, ചീഫ് മിനിസ്റ്റർ വന്നതുകൊണ്ട്. നമ്മളെ സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്ത് അലി സാറുണ്ട് ഇവിടെ, അതുപോലെ തന്നെ MLA ഫൈസൽ ബാബു എന്ന് പറയുന്നത് എനിക്കറിയാം, വോട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും, ഞാൻ ചെയർമാൻ അടക്കം ഒന്ന്, ചെയർമാൻ ഇവിടെ ഇരിക്കുക, കുഴപ്പമില്ല. സ്റ്റേജിലേക്ക് പോകണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ. ഓക്കെ, ഒരു ചെയർ വേണമെങ്കിൽ ഇടാം സാർ. ഓക്കെ, ഇവിടെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സൂര്യ ഗഫൂർ, ചെറിയ പണിയുണ്ട്, അതാ അങ്ങനെ പണി തരാൻ വേണ്ടിയിട്ട്. അതുപോലെ MRO മുജീബ് ഒന്ന് വരിക എന്നെല്ലാവരും. ഓ സാറേ പ്ലീസ്. അവർക്കും പണിയുണ്ട്, എല്ലാവർക്കും കുറച്ച് ഇല്ല. ഓക്കെ, മനസ്സാഹിബൻ ഇവിടെ ഇരിക്കാമല്ലോ, കുഴപ്പമില്ല. അപ്പോൾ വേണ്ട കുഴപ്പമില്ല. ഞാൻ 2 വാക്ക് പറയാനായിട്ട് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്ത് അലി ക്ഷണിക്കുക. മുനീർ സാഹിബ്, MLA ഫൈസൽ ബാബു, ഉമ്പായിക്കാൻ്റെ കുടുംബം, മറ്റ് നമ്മുടെ സംഗീതജ്ഞരായ നമ്മുടെ എഴുതിയിരിക്കുന്ന മറ്റ് മഹൽ വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ വലിയൊരു കലാകാരനൊന്നുമല്ല, പക്ഷേ ഞാൻ ഉമ്പായിക്കാൻ്റെ ഒരു ആരാധകനാണ്. ആരാധന മാത്രമല്ല, നല്ലൊരു സൗഹൃദത്തിനും കൂടെ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതെൻ്റെ പ്രിയ സുഹൃത്ത് SP ഖാദർ ഭായി കൂടെയാണ്. ഞങ്ങൾ ഒരുമിച്ച് NIA ജോലി ചെയ്യുന്ന സമയത്ത് കൊച്ചിയിൽ, അവിടെ നിന്നാണ് ഉമ്പായിക്കാനെ ശരിക്കും പരിചയപ്പെടാൻ സാധിച്ചത്. പിന്നീട് ഒരു 10-12 കൊല്ലം ഉണ്ടായിരുന്നു ഞാൻ കൊച്ചിയിൽ. ഉമ്പായിക്കാൻ്റെ വീട്ടിൽ പോകാനും, ഉമ്പായിക്ക ഞങ്ങളെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾപ്പിക്കാൻ സ്വകാര്യമായി ഞങ്ങൾ വിളിക്കാറുണ്ട്. അബാദ് ഹോട്ടലിൽ വെച്ചൊക്കെ ഞങ്ങൾ അത് കേൾക്കാറുണ്ട്. ആ മഹത് ശബ്ദം, ശരിക്കും സംഗീതജ്ഞരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ
വലിയൊരു സൃഷ്ടിയാണ്. അവർ നമ്മെ പിരിഞ്ഞു പോയാലും അവരുടെ സംഗീതം നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. ആ ഭാഗ്യം അവരെ പോലെയുള്ള കുറച്ച് അനുഗ്രഹീത വ്യക്തികൾക്ക് മാത്രമുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സംഗീതജ്ഞരും അതിനുടമകളാണ്. ഇന്നിങ്ങനെ ഇവിടെ വന്ന് ഇതുപോലൊരു സംഗീത സദസ്സ്, സമീർ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് കൊച്ചിയിൽ താമസിക്കുന്ന സ്ഥലത്തും അവിടുന്നും സമീറിൻ്റെ ചില കൺസേർട്ട് പങ്കെടുപ്പിക്കാറുണ്ട്. ഇതൊരു ഞങ്ങളെപ്പോലെയുള്ള തിരക്കേറിയ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും സംഗീതം ഒരു വലിയ ഒരു മനസ്സിന് കുളിർമ നൽകുന്ന, ഏത് തിരക്കേറിയ ജീവിതത്തിലും നമുക്ക് ഒരു മനസ്സിന് സന്തോഷവും കുളിർമയും തരുന്ന ഒരു അനുഗ്രഹീത സദസ്സാണ്. ഈ ചടങ്ങിലേക്കും ഈ സദസ്സിലേക്കും വരാൻ സാധിച്ചെങ്കിൽ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിന് കാരണക്കാരെ എല്ലാവരെയും എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങളെയും ഇവിടെ നിന്ന് സമീറിൻ്റെ കൂടെ മറ്റെല്ലാ കലാകാരന്മാർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഫൈസൽ ബാബു ആണ്. ഉമ്പായി മ്യൂസിക് അക്കാദമിയുടെ ഈ മനോഹരമായ സായാഹ്നം ഇവിടെ ഞാനൊരു അതിഥിയായിട്ട് വന്നതല്ല, ഈ ഗസൽ മഴയിൽ നനയാൻ വന്നതാണ്. കുറ്റിപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം ഒരു പ്രാക്ടീസിങ് മതവിശ്വാസിയാണ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ഡെയിലി യാത്ര ചെയ്യും. അപ്പോൾ അദ്ദേഹം ഖുർആൻ കേൾക്കും, ചില സ്പിരിച്വൽ പ്രസംഗങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ എന്നും ഇതിങ്ങനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഉദ്ദേശം ഒന്നാണ്, പക്ഷെ ഒന്ന് സ്വിച്ച് ചെയ്യണം. ഒരു പുതിയ പ്രസംഗമാണ് എന്നോട് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, നിങ്ങളെ ലക്ഷ്യം എന്താണ്? ഒരു കൺസൾട്ടൻ്റ് എന്ന നിലയിൽ എൻ്റെ ജോബ് പ്രഷർ, ആ പ്രഷറിനകത്ത് മനസ്സിൽ ഒരു ആർദ്രത, ഹൃദയത്തിനൊരു സമാധാനം. അപ്പം ഞാൻ ഒരു വയല് പറയുന്ന ഒരു ഉസ്താദിനെ പരിചയപ്പെടുത്തി. അദ്ദേഹം പാട്ടിൻ്റെ പരിസരത്ത് കൂടെ നടക്കുന്ന പോലും ആളല്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഉമ്പായിയുടെ ഗസൽ കേൾക്കൂ എന്നാണ്. പിന്നീട് അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ ഒരു ലോകത്തേക്ക് കിളിവാതിൽ തുറന്നു തന്ന നിനക്ക് എൻ്റെ പ്രത്യേകമായ കടപ്പാടുണ്ട് എന്ന് പറഞ്ഞു. സംതപ്തരായ മനുഷ്യർക്ക്, വിഷാദം കൊണ്ട് കനം തൂങ്ങുന്ന മനുഷ്യർക്ക്, ആത്മഹത്യയുടെ മുമ്പേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തുരുത്തുണ്ട് എന്ന് പറയുന്ന ആ തുരുത്തിൻ്റെ പേരാണ് ഗസൽ. മലയാളത്തിൽ ഗസൽ ഇല്ലായിരുന്നു. പ്രിയപ്പെട്ട ഉമ്പായിക്ക, ഇവിടെ ഷൗക്കത്ത് അലി സാറുണ്ട്. പോലീസുകാരുടെ KD ലിസ്റ്റിലൊക്കെ പെട്ട് കൈവിട്ടു പോകേണ്ടുന്ന ഒരു ജീവിതം മുംബൈയിലെ അധോലോകത്ത്. മുംബൈയിലെ അധോലോകത്ത് നിന്ന് ഗസൽ ലോകം ഉമ്പായിക്കയെ കണ്ടെടുത്തു. അദ്ദേഹം അത് പറയുന്നുണ്ട്, തൻ്റെ ജീവിതത്തിൻ്റെ സന്ദർഭത്തിലൊക്കെ അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ ജഗ്ജീസിനെ പാടുമ്പോൾ ഗസൽ ചക്രവർത്തിമാരെ പാടുമ്പോൾ ഒരു പ്രേക്ഷകൻ വന്നിട്ട് ചോദിച്ചതാണ്, അല്ല നമുക്ക് മലയാളത്തിൽ ഗസൽ വേണ്ടേ എന്ന്. മലയാളത്തിൽ ഗസൽ വേണ്ടേ എന്ന ചോദ്യം ഉമ്പായിക്ക കേട്ടത്, ഗസലിൻ്റെ പ്രമേയം പ്രണയമാണ്, വിരഹമാണ്, നഷ്ടമാണ്, വേദനയാണ്. അപ്പം മലയാളിക്ക് പ്രണയമില്ലേ? മലയാളിക്ക് വേദനയില്ലേ? മലയാളി ഗൃഹാതുരമായ ഒരു തിരിച്ചു നടത്തം കൊതിക്കുന്നവനല്ലേ? അവിടെ ഒരു പുതിയ സംഗീതത്തിൻ്റെ ഒരു പുതിയ അധ്യായം തുറക്കുകയായിരുന്നു. പ്രിയപ്പെട്ട ഉമ്പായിക്ക മലയാളത്തിൽ അന്നത്തെ ഏറ്റവും പ്രമുഖരായ കവികളുടെ മുന്നിലൊക്കെ മുട്ടി നോക്കി. നിങ്ങളെൻ്റെ ഈണത്തിന് ഗസലിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തണമെന്ന്. പക്ഷെ മുഖ്യധാര കവികൾ അദ്ദേഹത്തെ തിരിച്ചയച്ചു, അസാധ്യമാണെന്ന്. വേണു വിദേശം എന്ന് പറയുന്ന അത്രമേൽ പരിചിതനല്ലാത്ത ഒരു കവിയാണ് ആദ്യമായി വരികൾ ചിട്ടപ്പെടുത്തിയത്. ഇപ്പോൾ ഉമ്പായി പെയ്യുകയാണ്, ഉമ്പായിക്ക് നിറഞ്ഞു പെയ്യുകയാണ്.
നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രണയമായി, വിരഹമായി, ഗൃഹാതുരതയായി നിറഞ്ഞു പെയ്യുകയാണ്. ആ പ്രണയത്തിൻ്റെ മഴ കേരളത്തിൻ്റെ ഏതൊരു പട്ടണത്തിലാണ് സ്വാഭാവികമായി പെയ്തിറങ്ങി മഴവിൽ വർണ്ണങ്ങളുടെ മനോഹാരിത തീർക്കേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ ഒരു ഉത്തരമേ ഉള്ളൂ. അത് നമ്മുടെ കോഴിക്കോടാണ്, ബാബുക്കയുടെ കോഴിക്കോടാണ്. ഈ കോഴിക്കോട്ടെ പ്രിയപ്പെട്ട ഉമ്പായി മ്യൂസിക് അക്കാദമിയുടെ പിന്നണി പ്രവർത്തകർക്ക്, ഇവിടുത്തെ ഒരു ജനപ്രതിനിധി, ഒരു MLA എന്ന നിലയിൽ നിങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ ഗസൽ സദസ്സിൻ്റെ പിന്നിലൊരു സീറ്റ് നിങ്ങൾ എനിക്കും വേണ്ടി കരുതി വെക്കണം. ആസ്വാദനത്തിന് എന്ന് മാത്രം പറഞ്ഞ് അഭിവാദ്യങ്ങൾ. ഇനി നമുക്ക് റാസനെ നമുക്ക് ആദരിക്കണം. നമ്മളെ പ്രസിഡന്റ് Now I'll request Sabita, daughter of Mumbaika, to please come on the stage, and request IPS Shaukat Ali sir to please hand over the memento to Sabita. അടുത്തതായി MLA ഫൈസൽ ബാബുവിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് സൂര്യ ഗഫൂർഖാനോട് അഭ്യർത്ഥിക്കുന്നു. മൊമെൻ്റോ. Now I request our trustee Ghazal Mujib to please come and hand over the memento to IPS Shaukat Ali sir. Now it's time to honor the musicians. I request Jeetu to please come on the stage, and request MRM Mujib to please come and do the honors. ഒരു നല്ലൊരു കയ്യടിയാവട്ടെ. ജീത്തുവിൻ്റെ മാന്ത്രിക വിരലെല്ലാവരും കണ്ടല്ലോ. I request our trustee CA Murli to please come and honor Samir, Umbai's son Samir, the leading guitarist over here. Now I request trustee Stanley to please come up and honor Bernie, the senior most musician of Calicut, of Kerala, sorry. Bernie sir. Now I request our trustee cum treasurer Prakash Poteya to please honor Paulson. Paulson.
Thank you all. That's the end of the honoring ceremony. Now let's move on to the music part, Ghazal. ഹലോ, അടുത്തതായി നന്ദി പ്രകാശനത്തിന് പ്രകാശ് പോത്തയെ ക്ഷണിക്കുന്നു. നമ്മളെ ട്രസ്റ്റിയാണ്. ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട ജയന്ത്, ഞങ്ങളുടെ ആദരവ് ഏറ്റുവാൻ വേണ്ടി വളരെ വിഷമിച്ചാണെങ്കിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കട്ടയാട്ട്, ഞങ്ങളുടെ പ്രിയങ്കരനായ ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ മുനീർ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സംഗീതാസ്വാദകരെ, മുംബൈ മ്യൂസിക് അക്കാദമിയുടെ ഈ 8ാം ചരമവാർഷിക ദിനാചരണത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ സ്ഥലം അനുവദിച്ച് തന്ന റിത്ത ഹോംസിനും അതിൻ്റെ സാരഥി മജീദിനും നമ്മളോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.